വ്യത്യസ്തമായ ഒരാശയം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാവും. അത്തരം എതിർപ്പുകൾ സമൂഹത്തിൽ നടക്കുന്ന നിരന്തര സംവാദങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക, പതിയെ പതിയെ ഇല്ലാതായി മാറുക. അത്തരത്തിലുള്ള ഒരു സംവാദ വിഷയമാണ് തുരങ്കപാത. ഇന്ന് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മേപ്പാടി, കാളാടി, വയനാട് തുരങ്കപാതയ്ക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പാതയിലേക്ക്, ഈ പ്രോജക്റ്റിലേക്ക് എത്തിയ വഴികളിൽ ഒരുപാട് എതിർപ്പുകളും വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് അത്തരം എതിർപ്പുകൾ ഉയർന്നു വന്നത്? ആ എതിർപ്പുകൾ പതിയെങ്കിലും പിന്നാക്കമായി മാറിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അത് ഞാൻ പറയുന്നത് ഈ എതിർപ്പുകൾ ഉന്നയിച്ച ആൾക്കാരെ മുന്നോട്ട് വെച്ച വാദഗതികളെക്കുറിച്ചാണ്. എതിർപ്പുകൾ ഉന്നയിച്ച ആൾക്കാരുടെ പ്രധാനപ്പെട്ട കൺസേൺ പാരിസ്ഥിതിക ആഘാതമാണ്. ഒരു തുരങ്കപാത, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിലെ വളരെ ദുർബല മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു തുരങ്കപാത പോലെയുള്ള ഒരു പ്രോജക്റ്റ് നിരവധി പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് വഴി വെക്കുമെന്നായിരുന്നു ഈ ആശങ്ക ഉന്നയിച്ച മനുഷ്യരുടെ പോയിന്റ്സ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സമൂഹം വാലിഡേറ്റ് ചെയ്തു, ആ ആശങ്കകൾ വാലിഡേറ്റ് ചെയ്തു. അപ്പോൾ ആ വാലിഡേഷനിൽ വലിയ കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടു. കാരണം ഒരു തുരങ്കപാതയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മൾ പരിഗണിക്കും. അത് പ്രധാനമായിട്ട് എന്താണ്? ഭൗതികമായിട്ടുള്ള അല്ലെ ഭൂപരമായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിക്കുന്ന ഒന്നാണ്. കാലാവസ്ഥാപരമായിട്ടുള്ള തടസ്സങ്ങളെ അതിജീവിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഉപരിതലത്തിൽ നമ്മൾ റോഡ് പണിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നിരവധി തടസ്സങ്ങളെ അതിജീവിക്കുന്ന ഒന്നാണ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്നുള്ളത്. ഒരു തുരങ്കപാത നിർമ്മിക്കുമ്പോൾ ഈ 3 ഡയമെൻഷനിൽ അത് എന്താണ്, അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പാതയായിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ വേ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു മെറിറ്റുകളിലേക്ക് നമുക്ക് കൂടുതലായിന്നിറങ്ങിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു തുരങ്കപാത നമുക്ക് പ്രദാനം ചെയ്യുക? ഒന്ന് എന്താണ്, നമ്മുടെ പാതയുടെ ദൈർഘ്യം അത് ചുരുക്കുന്നു. അതേപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് തുരങ്കപാതയിലൂടെ എന്ത് ചെയ്യാം, ഗതാഗതം സാധ്യമാണ്. കാരണം പ്രതികൂലമായ ഒരുപാട് കാലാവസ്ഥയിൽ എന്ത് ചെയ്യും, മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള പല പ്രതിബന്ധങ്ങളുണ്ടാവാം. അത്തരം പ്രതിബന്ധങ്ങൾ തുരങ്കപാതയെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിലൂടെയുള്ള ഗതാഗതത്തിൻ്റെ ഒഴുക്ക്, കണ്ടിന്യൂറ്റി എന്നുള്ളത് നമുക്ക് എപ്പോഴും എൻഷുവർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേന്മ എന്ന് പറയുന്നത്. അതിന് സാമ്പത്തികമായ മറ്റ് മേന്മകളുണ്ട്. സ്ട്രാറ്റജിക് ബെനിഫിറ്റ്സ് വേറെയുണ്ട്. പ്രത്യേകിച്ച് അതിർത്തികളൊക്കെ ആണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നതെങ്കിൽ അതിന് സ്ട്രാറ്റജിക് സൈനിക തന്ത്രപരമായിട്ടുള്ള ഒരുപാട് പ്രാധാന്യം. ഇപ്പം സാമ്പത്തികപരമായിട്ടുള്ള പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ഇത് ആക്സലറേറ്റ് ചെയ്യും, ത്വരിതപ്പെടുത്തും സാമ്പത്തിക വികസനത്തെ. ഇപ്പോൾ വയനാട് പോലെയുള്ള ഈ മേഖലയിലെ, മേപ്പാടി പോലെയുള്ള ഈ മേഖലയിലെ സാമ്പത്തിക വികസനത്തെ, പ്രാദേശിക സാമ്പത്തിക വികസനത്തെ ഇത് ത്വരിതപ്പെടുത്തുമെന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന് ടൂറിസം, ഈ മേഖലയിലുള്ള വിനോദസഞ്ചാരത്തെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തെ എന്ത് ചെയ്യും, അടിസ്ഥാന സൗകര്യ വികസനത്തെ ഇത് ത്വരിതപ്പെടുത്തുമെന്നുള്ളതാണ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, പാരിസ്ഥിതികമായിട്ടുള്ള നമ്മുടെ ആശങ്കകളെ പിൻപറ്റി ശരിക്കും തുരങ്കപാതകൾ പാരിസ്ഥിതികമായ ആശങ്കയാണോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് അനുകൂലമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം, അല്ലേ? പ്രത്യേകിച്ച് ഈ ഗതാഗത രംഗത്ത് നിരവധി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോക്ക് ഫാള്, ലാൻഡ് സ്ലൈഡ്, അവലാഞ്ചസ്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചോളം നമ്മൾ അവലാഞ്ചസ് പ്രസക്തമല്ല, നേരെ മറിച്ച് എന്താണ്,
കല്ലുകൾ പതിക്കുക, അതേപോലെ ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളിൽ നിന്ന് സുരക്ഷിതമായ, ഈ പ്രതിഭാസങ്ങളെ മാറ്റി നിർത്തി സുരക്ഷിതമായ യാത്ര പ്രദാനം ചെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്താണ്, ഒരു തരത്തിലുള്ള പരിസ്ഥിതി സൗഹൃദമാണ്. എന്ത് ചെയ്യുന്നത്, ഇത് മിനിമൈസ് ചെയ്യുന്നുണ്ട് എന്തെല്ലാം കാര്യം. പാസീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഡീഫോറസ്റ്റേഷൻ, വലിയ തോതിലുള്ള അല്ലെങ്കിൽ നശീകരണ സ്വഭാവത്തിലുള്ള വനനശീകരണത്തെ ഇതെന്ത് ചെയ്യുന്നു, ഗണ്യമായി കുറയ്ക്കുന്നു. അതേപോലെ സ്ലോപ്പ് കട്ടിങ്, ചരിവുകൾ എന്ത് ചെയ്യുന്നു, ചരിവുകൾ നമ്മുടെ മലമ്പാതകൾ നിർമ്മിക്കുന്ന സമയത്ത് ചരിവുകളെ കട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാതകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യം ഈ പാതകളിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സോയിൽ ഇറോഷൻ, മണ്ണ് ഒലിപ്പിനെ, അതേപോലെ തന്നെ പലതരം ജീവികളുടെ സ്വാഭാവിക അധിവാസ കേന്ദ്രങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, നശിക്കാതെ സംരക്ഷിക്കാൻ കഴിയുന്നു. അതേപോലെ പൊല്യൂഷനെ, നമുക്ക് മലിനീകരണത്തെ എന്ത് ചെയ്യും, ഗണ്യമായിട്ട് നമുക്ക് ഈ രൂപത്തിൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് തുരങ്കപാതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇതിന് സാങ്കേതികപരമായിട്ടും സ്ഥലപരമായിട്ടുള്ള ചില പ്രാധാന്യമുണ്ട്. എന്താണ്, നമുക്ക് ലോവർ മെയിൻ്റനൻസ് കോസ്റ്റാണ്. നമ്മൾ ഒരിക്കൽ പണിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ്. പിന്നെ ലാൻഡ് യൂസ് ഓപ്റ്റിമൈസേഷൻ, നമുക്ക് വലിയ രീതിയിലുള്ള അക്വയർ, ഇപ്പം ഈ പാതയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഭൂമി അക്വയർ ചെയ്യേണ്ട അവസ്ഥയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് വയനാട് ടണൽ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എവിടുന്നാണ്, ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി എന്നുള്ളത്, ഇതാണ് ഏകദേശം 8.75 കിലോമീറ്റർ ദൂരമുള്ള ഒരു പ്രോജക്റ്റാണ്. ഇത് പണിത് വരുമ്പോൾ ഇന്ത്യയിലെ തന്നെ 3ാമത്തെ വലിയ ടണൽ റോഡായിട്ട് മാറും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം വയനാട്ടിലേക്കുള്ള ദൂരത്തെ, ട്രാവൽ സമയദൂരത്തെ 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ കുറയ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 42 കിലോമീറ്റർ ദൂരത്തെ 20 പകുതിയിലും താഴെയായിട്ട് റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ പിണറായി വിജയൻ ഇന്ന് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ ഈ വയനാട് തുരങ്കപാത എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചോളം അതിപ്രധാനപ്പെട്ട നേട്ടമാണ്. അത് മാത്രമല്ല, ഇത് ഭാവിയിൽ കേരളത്തിൽ ഇത്തരം പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനുള്ള അല്ലെ വലിയ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള സർക്കാരുകളുടെ നിശ്ചയദാർഢ്യത്തെ അത് ഒന്നുകൂടി കരുത്തേകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത്. ഓക്കെ.